അസ്സലാമു അലൈക്കും. ഈ ഒരു ചെറിയ വാചകം നിങ്ങൾ ഓതുക, അത് ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് അതിനുള്ള ഉത്തരം ലഭിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഒരുപാട് മനസ്സിൽ ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ടായിരിക്കും നാം ദുആ ചെയ്യാറ്. ദുആ നല്ല കാബൂലോട് കൂടി ചെയ്താൽ അതിനുള്ള ഉത്തരം പഠിച്ചവൻ ശരിയാക്കി തരും ഇൻഷാ അല്ലാഹ്. ഇമാം തബ്രാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറയുന്നു, മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഒരാൾ ദിനംപ്രതി 27 തവണ എല്ലാ സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസിനികൾക്കും പാപമോചന വാക്യമാണ് പറയുന്നത്. അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും വളരെയധികം അതൊരു നല്ല ശുദ്ധിയോടുകൂടി ചെയ്യാൻ ശ്രമിക്കുക. ഇനി പറയുന്ന ആയത്ത് എന്താണെന്ന് നോക്കാം. അല്ലാഹുമ്മ അഫർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ അഫർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ അഫർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ അഫർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഇത് നിങ്ങൾ പ്രത്യേകം ഈ ഒരു വാചകം പ്രത്യേകം നന്നായിട്ടൊന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്യുക. എന്നിങ്ങനെ 27 തവണ ചൊല്ലുക. അദ്ദേഹത്തിൻ്റെ ഏത് പ്രാർത്ഥനയ്ക്കും അല്ലാഹു ഉത്തരം നൽകപ്പെടുകയും ഇദ്ദേഹം വഴി ഭൂമിയിലുള്ളവർക്ക് ഭക്ഷണം നൽകപ്പെടുകയും ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ 27 തവണയാണ് ഇത് ചൊല്ലേണ്ടത്. അപ്പോൾ എന്ത് നമ്മൾ പ്രാർത്ഥിച്ചാലും പഠിച്ചു നമുക്ക് തരാത്തതുണ്ടാവില്ല. നമുക്കതിൻ്റെ ഹൈറായ സമയത്ത് കിട്ടും. അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. നാം നമ്മുടെ ആവശ്യം മുൻനിർത്തി ദുആ ചെയ്യും മുമ്പ് ഈ ഒരു ദുആ അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് 27 തവണ ചൊല്ലി ദുആ ചെയ്യുക. ദുആക്ക് ഇജാബത്ത് ഉറപ്പായിട്ടും കിട്ടുന്ന ഒരു കാര്യമാണ്, അനുഭവത്തിലുള്ള കാര്യങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ മനസ്സറിഞ്ഞ് ചെയ്തു നോക്കിയാൽ എന്തും കിട്ടാത്തതില്ല. അല്ലാഹുമ്മ അഗ്ഫിർ എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണേ, ലിൽ മുഅ്മിനീന സത്യവിശ്വാസികൾക്കും, വൽ മുഅ്മിനാത്തി സത്യവിശ്വാസിനികൾക്കും. അതിൻ്റെ അർത്ഥം പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം നമ്മളത് പാപമോചനം തേടുകയാണ്, വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും. നാം നമ്മുടെ ആവശ്യം മുൻനിർത്തിക്കൊണ്ടിത് ചെയ്താൽ തീർച്ചയായും നമ്മൾക്ക് അതിന് ഉത്തരം റബ്ബ് നൽകുന്നതാണ്. പഠിച്ചവര് നമ്മളുടെ ഏത് വിഷമങ്ങളാണെങ്കിലും അത് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ കിട്ടാതെ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ചെയ്ത് നോക്കൂ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.